ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാണ് കവരത്തി കപ്പൽ. ഞങ്ങൾ ഇന്ന് തിരിച്ചു പോവുകയാണ് കൊച്ചി. ഇതാണ് കവരത്തി കപ്പലിൻ്റെ ഏറ്റവും മുകൾ ഭാഗം. അവിടെ നല്ല വ്യൂ ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ഏറ്റവും മുകളിലെ ബാക്ക് സൈഡാണ് ഇത്. ഇതാണ് ഈസ്റ്റേൺ ജെട്ടി. അവിടെയാണ് കപ്പലൊക്കെ കെട്ടുക. ഇതാണ് ബാക്ക് സൈഡ്. ഇത് ഹെലിപ്പാഡ് എന്നും പറയും. ഇവിടെ ഹെലികോപ്റ്റേഴ്സൊക്കെ ലാൻഡ് ചെയ്യാനും യൂസ് ചെയ്യാം. ഇത് കണ്ടാൽ മറ്റേ നമ്മുടെ ടൈറ്റാനിക് ഷിപ്പിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് പോലെ തോന്നുന്നില്ലേ? നേരെ ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടാവുക. അതിൽ നമ്മൾ മറ്റേ ടൈറ്റാനിക് സിങ് ആകുമ്പം അവർ കയറി അപ്പുറം മറിഞ്ഞ് നിൽക്കുന്ന ആ ഒരു പോർഷനില്ലേ, അതുപോലെ ഇല്ലേ? യെസ്, എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ? പ്ലീസ് കമൻറ്റ് ബിലോ. പിന്നെ ഇതാ നല്ലോണം റോളിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സൈഡ് ഫുള്ള് പൊങ്ങിയത് കണ്ടോ? വീണ്ടും താഴ്ന്ന് പോകുന്ന ഇത് ഭയങ്കര കടൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ റോളിങ് ആവുന്നത്. നമ്മൾ ബാലൻസ് ചെയ്ത് നടക്കേണ്ടി വരും. അവൻ പോണ കണ്ടോ? ഇങ്ങനെയായിരിക്കും അത് റോളാവുക. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നമ്മൾ ബാലൻസ് ചെയ്ത് നടക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത്രയും റോളിംഗ് ഉള്ള ടൈമിൽ സീ സിക്നെസ് ഉണ്ടാവാൻ ചാൻസസ് വളരെ കൂടുതലാണ് അങ്ങനെ ഉള്ള ആൾക്കാർക്ക്. അല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല, നടക്കുകയൊക്കെ ചെയ്യാം, എല്ലാ സ്ഥലത്തും പോവാം. പിന്നെ ഞങ്ങളുടെ റൂമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സെക്കൻഡ് ക്ലാസ് ക്യാബിൻ. ഇവിടെ 4 ബെഡ് ഉണ്ടാവും. ഞങ്ങൾക്ക് സെക്കൻഡ് ക്ലാസ് ക്യാബിനിൽ 3 ടിക്കറ്റായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സെക്കൻഡ് ക്ലാസ് എടുത്തേക്കുന്നത്. ഒരു ബെഡ് അത് വേറെ ഒരു പാസഞ്ചറിൻ്റെ ആണ്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് വന്നു. ഷിപ്പ് ഡിപ്പാർട്ടിങ് എങ്ങനെയാണെന്ന് കാണണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു. നിങ്ങളെയും കൂടി കാണിക്കണമല്ലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആ ഒരു കടൽ. നമ്മൾ ഷിപ്പ് ബർത്ത് ചെയ്യുന്ന ആ ഒരു പ്ലേസിൽ നല്ല നീലയായിട്ട് കാണുന്നില്ലേ? അതെ, നല്ല അടിപൊളിയില്ലേ? ഇത് കണ്ടാൽ ഒരു കെറോസിനൊക്കെ അതുപോലെയൊക്കെ തോന്നുന്നതല്ലേ? പക്ഷേ അത് കെറോസിനല്ല കേട്ടോ, വെള്ളമാണ്, കടൽ വെള്ളം. ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. പക്ഷെ ഇവിടുത്തെ പിള്ളേരൊക്കെ കടൽ കുളിക്കാനായിട്ട് ഇവിടെ ചാടാറൊക്കെ ഉണ്ട്. അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചോ? ഹാഫിസ് ഹോൾദാത്ത ഗോത്തിനെ വിളിക്കുകയാണ്. ഹസ്ബൻഡ് അനിയൻ. അവൻ ഈ പോർട്ട് ടീമിലുള്ളതായിരുന്നു. ഈ ഗാങ് വേ ഒക്കെ എടുക്കാനായപ്പോഴത്തേക്കും ആളെ കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിളിച്ചതാണ്. ക്രെയിനിൻ്റെ ആ ഒരു റോപ്പ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗാങ് വേയിൽ എടുക്കാനായിട്ട്. ഈ ക്രെയിന് വെച്ചിട്ടായിരിക്കും ഗാങ് വേ ലിഫ്റ്റ് ചെയ്യുക. ഇതാ കെട്ടിക്കഴിഞ്ഞു, അവരിപ്പോൾ മാറി. പിന്നെ ഈ ഓറഞ്ച് കളർ ബോയിലർ സൂട്ട് ഇട്ട് കാണുന്നത് ഈ ഷിപ്പിലെ ക്രൂസാണ്. അതെ, ആ ക്രെയിന് മൂവ് ആവുന്ന കണ്ടോ? ഈ ഷിപ്പിലെ ആ ഒരു റോപ്പും അൺടൈഡ് ചെയ്തു. ഇത് ഡിറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗാങ് വേ. ഇനി ആ ക്രെയിന് വെച്ചിട്ട് ഇത് ലിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ താഴെ അവിടെ ട്രോളി ഉണ്ട് കേട്ടോ, അത് മൂവ് ആവും. ഈ നല്ല കടൽ റഫാണെങ്കിൽ ചിലപ്പോൾ ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് റോളാകുമ്പോഴേ അപ്പോൾ ഈ ഗാങ് വേയും കൂടി അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കാറുണ്ട് സംടൈംസ്. പിന്നെ കണ്ടോളൂ എങ്ങനെയാ ഒരു ഗാങ് വേ ഷിപ്പിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. നേരെ ആക്കിയിട്ട് അതിപ്പോൾ ഷിപ്പിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ പോവുക.
ഷിപ്പിൽ നിന്ന് എടുത്തു. പിന്നെ അത് അറ്റത്തുള്ളത് ആ ഒരു ടീം അത് അങ്ങോട്ട് നീക്കുവാണ്. നല്ല കെയർഫുൾ ആയിട്ട് നല്ല എന്താ പ്രസൻസ് ഓഫ് മൈൻഡോടെ ചെയ്യേണ്ട കാര്യങ്ങളാണിതൊക്കെ. ചെറിയൊരു പാഴ്ച മതി ചിലപ്പോൾ നമുക്ക് ആക്സിഡൻസ് വല്ലതൊക്കെ ആവണമെങ്കിൽ. ഇതേ അതിപ്പോൾ ഇനി അതിൻ്റെ പൊസിഷനിലേക്ക് വെക്കാൻ പോവുകയാണ് അവർ. അതെ, അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി എന്താ ചോദിച്ചതാണ് ഇപ്പം എന്താ കഴിച്ചുകൊണ്ടിരുന്നതെന്ന്. അപ്പം അവൻ പറയാ സാൻഡ്വിച്ച് കഴിക്കുമായിരുന്നു. പിന്നെ ഇതാ അവർ ഇപ്പം റോപ്പ് അൺടൈഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ റോപ്സൊക്കെ കെട്ടിയിരിക്കുന്ന ഇതൊക്കെ അൺടൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഷിപ്പ് മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇതാ റോപ്സ് അൺടൈഡ് ചെയ്തപ്പോഴത്തേക്കും ഷിപ്പ് മൂവ് ആവുന്ന കണ്ടോ? ആ ഗ്യാപ്പ് കണ്ടില്ലേ? ഇതേ ഇവിടത്തെയും അൺടൈഡ് ചെയ്ത് റോപ്പ് എടുത്ത് വെച്ചേക്കാണ്. പിന്നെ അപ്പുറത്തതാ അത് വെയിറ്റ് ചെയ്യുവാണ് ഈ എപ്പോഴാണ് അൺടൈഡ് ചെയ്യേണ്ടതെന്ന് പറയാനായിട്ട്. ബാക്ക് സൈഡിൽ അത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഈ സൈഡിൽ ചെയ്യുന്നത്. ഇത് ബാക്ക് സൈഡിൽ ഇപ്പോൾ അൺടൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിത് ഈ റോപ്സൊക്കെ വലിച്ച് അവർ കയറ്റുകയാണ്. ആ ഫ്രണ്ടിലെയും അൺടൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് നീങ്ങി ഇങ്ങോട്ടേക്ക് വന്ന് കണ്ടോ? അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ദേ അവൻ പോകുന്നു. അവനിനി നേരെ പോകുന്നത് ഷോപ്പിലേക്കായിരിക്കും, ഹൊലിഡ കോംപ്ലക്സ്. ഈവനിങ് ആകുമ്പോഴത്തേക്കും അവിടെ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഇനി അങ്ങോട്ടേക്കായിരിക്കും അവൻ പോവുക. ഇനി പതിയെ ഈ സൈഡിലുള്ള പ്രൊപ്പല്ലേഴ്സ് ഓൺ ചെയ്തിട്ട് സൈഡിലേക്ക് നീക്കി തുടങ്ങും. നമ്മൾ ഷിപ്പ് ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്ത് മാത്രമേ നമുക്ക് ഫ്രണ്ടിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മീൻസ് ആ ജെട്ടിയിൽ നിന്ന് ദേ കണ്ടോ ഈ സൈഡിലെ പ്രൊപ്പല്ലർ ഇപ്പോൾ പതിയെ ഓണാക്കി. അപ്പോൾ പതുക്കെ ദേ നീക്കി കൊണ്ടുവരികയാണ് സൈഡിലേക്ക്. ഇത് ബാക്കിലും കണ്ടോ? അപ്പം നമ്മൾ കുറേ നീക്കിയിട്ടായിരിക്കും ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി ഫ്രണ്ടിലേക്ക് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഇതാ ഫാസ്റ്റ് ആക്കിയതാണ്. ഇനി കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ട് നീക്കുവാണ് സൈഡിലേക്ക്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഷിപ്സ് നീക്കണമെങ്കിൽ നമുക്ക് ടഗ് ബോട്ടിൻ്റെ ഒക്കെ ആവശ്യം വരാറുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും അതിൻ്റെ ആവശ്യമൊന്നും വരാറില്ല. അതേ ഇങ്ങനെ ഓരോ ടെക്നോളജീസ്, അതായത് ഇതിൻ്റെയൊക്കെ വികസനത്തോടു കൂടി നമുക്ക് അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നില്ല. ഫ്രണ്ട് സൈഡ് ഇപ്പം നല്ലോണം നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ ഇപ്പം നല്ലോണം നീങ്ങിയില്ലേ? ഈ ഡിസ്റ്റൻസ് കണ്ടോ? നല്ലോണം നീങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ജെട്ടിയിൽ നിന്ന് ഇതേ ബാക്കും നീങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിലെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ കറണ്ട് കാരണം ഇനി അങ്ങോട്ടേക്ക് പോയാൽ എടുക്കുമ്പോഴും അങ്ങോട്ടേക്ക് പോയാലോ അതായിരിക്കാം. ഇതേ നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതിൻ്റെ വാട്ടർ നല്ല ആഴമുണ്ട്, നല്ല എന്താ പറയുക, മീൻസ് നല്ല
ഉള്ളിലേക്ക് ഇങ്ങനെ ഇതായിട്ട് കാണുന്നതുകൊണ്ടാണ്, ക്ലിയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഉള്ളിലുള്ള ആ ഒരു കോറൽസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ബാക്കിൽ ഇത് എൻജിൻ ഓൺ ആയിട്ടുണ്ട്. പതുക്കെ അത് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ പതിയെ നമ്മൾ ഫ്രണ്ടിലേക്ക് നീങ്ങുവാണ്. അങ്ങോട്ട് കണ്ടോ, അവിടെ ഇല്ലേ ഈ മറ്റേ വേവ്സ് വന്ന് ഇടിച്ച് കയറുവാണ്. പക്ഷേ ഇപ്പം ഒന്നുമല്ല. നമുക്ക് മൺസൂൺ ടൈം ആകുമ്പോഴത്തേക്കും വലിയ വേവ്സ് ആയിരിക്കും. ഇതൊന്നുമല്ല, ഇത് അതിൻ്റെ ആ ഒരു ഹൈറ്റിലേക്ക് തന്നെ വേവ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഇടിച്ച് നമ്മുടെ ഈ ജെട്ടിയിലേക്ക് ഇത് വെള്ളം കയറാറുണ്ട്. അതെ, നമ്മളിപ്പം നീങ്ങി തുടങ്ങി. ഇനി ഷിപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുക, മീൻസ് നമ്മൾ കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച്. ഇനി നെക്സ്റ്റ് വെക്കേഷനിലോ ഇനി ഡിസംബറിലോ ആയിരിക്കും ഞങ്ങൾ ഇനി തിരിച്ച് വരുന്നത്. അതുവരെ ദെൻ ബൈ. പിന്നെ നല്ലോണം മിസ്സാവുന്നുണ്ട് കേട്ടോ നാട്ടിൽ, മീൻസ് കൊച്ചിയിൽ നിൽക്കുവാണെങ്കിലും ഈ നാട്ടിലത്തെ ഇതൊക്കെയും എന്താ പറയുക, ഒരു വേറെ വൈബ് തന്നെയാണ്. നമ്മുടെ സ്വന്തം നാടെല്ലാവർക്കും അങ്ങനെയാണല്ലോ. എന്താ നമ്മൾ ഇപ്പോൾ ഫാസ്റ്റാക്കി ഷിപ്പ് ഇനി പെട്ടെന്നായിരിക്കും നമ്മുടെ ഐലൻഡ് മറഞ്ഞു പോവുക. ഇത് ഫുൾ ഹെഡായ പോലെ ഉണ്ടല്ലോ, പക്ഷെ ഫുൾ ഹെഡല്ല, എന്നാലും നല്ല ഫാസ്റ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇനി ഈ ഐലൻഡ് ഫുൾ മാഞ്ഞു കഴിഞ്ഞാൽ, മായണ്ട കുറച്ച് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് ഒന്നും കിട്ടില്ല. ഇനി നാളെ കൊച്ചി എത്തിയാലായിരിക്കും റേഞ്ച് കിട്ടുക. ഫസ്റ്റ് ഒരു ബോയിൽ ചെന്നാലായിരിക്കും റേഞ്ച് കിട്ടി തുടങ്ങുക. ബോയ് മീൻസ് ഫസ്റ്റ് മാർക്ക്, അതായത് നമ്മൾ ലാൻഡിലേക്ക് ഷിപ്പ് കയറുമ്പം ഫസ്റ്റ് മാർക്കാണ്, ഫസ്റ്റ് കാണുന്ന മാർക്കാണ് ഫസ്റ്റ് ബോയ് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ബോയൊക്കെ ഉണ്ടാവും. അതൊക്കെ വെക്കുന്നത് സേഫ് എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ഈ ഷിപ്സിൻ്റെ ഒക്കെ. ഇപ്പം നല്ല ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്, കണ്ടോ ഈ പത പോലെ പോണത് വെള്ളം. ഇപ്പോൾ ഫുൾ ഹെഡിലാണ് തോന്നുന്നു കേട്ടോ. തിളച്ച് പതഞ്ഞ് വരുന്നത് കണ്ടോ. അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചോ, ഡിന്നർ ഈസ് റെഡി ഇൻ ഫസ്റ്റ് ക്ലാസ് ആൻഡ് സെക്കൻഡ് ക്ലാസ് ക്യാൻറ്റീൻ. സെക്കൻഡ് ക്ലാസ് ക്യാൻറ്റീനിലാണ് വന്നത്. അവിടെ ബിരിയാണിയാണ് ഇന്നത്തെ ഡിന്നർ. ഇപ്പോൾ നമ്മളുള്ളത് വേറൊരു ഐലൻഡിലാണ്. ആ ഐലൻഡിലെ ലഗൂണാണ് ഈ കാണുന്നത്. ഐലൻഡിൻ്റെ പേര് ആന്ത്രോത്ത് എന്നാണ്. നൈറ്റിൽ നമ്മൾ ഷിപ്പിൽ നിന്നിട്ട് കാണുന്ന ഈ വ്യൂ ആണ് ഇത്. ആ മിന്നുന്നതാണ് ലൈറ്റ് ഹൗസ്. ഇത് ലാസ്റ്റ് ബോട്ടാണെന്ന് പറഞ്ഞാണ്. ഇനി ഇവിടെ നിന്ന് വേറെ ബോട്ടൊന്നും വരുന്നതായിരിക്കില്ല. അപ്പോൾ ആരെങ്കിലും ഇറങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ ബോട്ടിലേക്ക് തന്നെ ഇറങ്ങിക്കോളാനായിട്ട് അനൗൺസ് ചെയ്താണ്. ഇങ്ങനെയാണ് നമ്മുടെ ഐലൻഡിലേക്ക് പണ്ട് മുതൽ ഇങ്ങനെയാണ് നമ്മൾ കയറാറ് കപ്പലിലേക്ക്. ബോട്ടിൽ വന്നിട്ട് കപ്പലിൽ അടുപ്പിക്കും. കപ്പലിൽ അടുപ്പിച്ചിട്ട് ഒരു കയറ് കൊടുക്കും കപ്പലിലേക്ക്. എന്നിട്ട് ആ കയർ വെച്ചിട്ടാണ് നമ്മൾ പിടിച്ച് ബാലൻസ് ചെയ്യുന്നത്. അപ്പം അത് പിന്നെ ഈ ബോട്ട് താഴ്ന്നും പൊങ്ങിയും ഇരിക്കും. അപ്പോൾ അന്നേരം നമ്മൾ ഒരു ലെവലിൽ താഴ്ന്നിട്ട് പൊങ്ങുമ്പോൾ ഒരേ ലെവലിൽ വരുമ്പോൾ നമ്മൾ ചാടി കയറണം. ഷിപ്പിൽ ഡോറിലും ആൾക്കാരുണ്ടാവും, അവർ പിടിക്കും. നമ്മളും ആ ഒരു ബാലൻസിലാണ് നമ്മൾ കയറുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും ആ ഒരിത് അറിഞ്ഞു പോവും. കണ്ടില്ല എന്ത് ഭംഗിയാണ് കാണാൻ.
ഇവിടുത്തെ വെള്ളം ഭയങ്കര അടിപൊളിയാണ്. താഴെ ഇങ്ങനെ കാണുന്നുണ്ടോ, ഈ അടിത്തട്ട് വരെ, സീ ബെഡ് വരെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു എന്താ ട്രാൻസ്പാരൻറ്റ് വാട്ടറിൽ ഈ ഒരു ബോട്ട് ഫ്ലോട്ടായി ഇങ്ങനെ പോണ പോലെയല്ലേ ഫീൽ ചെയ്യുന്നത്. ഇത് കാണാൻ നീക്കിടയിൽ കാണാൻ ഇതിലും ഭംഗിയാണ്. ആ ബോട്ട് ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. ആൾക്കാർ ഇറങ്ങാനുള്ള ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ കപ്പൽ എടുക്കുന്ന ടൈമുമായി. അപ്പോൾ ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു. ഇനി ടു കൊച്ചി. അപ്പോൾ നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് ഷിപ്പിൻ്റെ ബാക്ക് സൈഡാണ്. ഏറ്റവും ടോപ്പല്ല, അതിൻ്റെ താഴെയുള്ള ആ ഒരു ബാക്ക് സൈഡിലേക്ക് പുറത്തേക്ക് വരാൻ പറ്റിയ ആ ഒരു ഡെക്കാണിത്. അവിടെ ചെന്നാലേ ഇതേ നമുക്ക് ഇത് ഭയങ്കര അടുത്തുനിന്ന് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ നൈറ്റിൽ നോക്കുമ്പോൾ കാണും. ആ ഓറഞ്ച് ബെഞ്ചിൽ നമുക്ക് ഇരിക്കുകയും ചെയ്യാം, നല്ല കാറ്റൊക്കെ കൊള്ളാനായിട്ടൊക്കെ, റിലാക്സ് ചെയ്യാൻ. പിന്നെ ഇതാണ് നമ്മൾ ഏറ്റവും മുകളിലെ ബാക്ക് സൈഡിൽ നിന്ന് സൈഡ് വ്യൂ കാണുന്നത്. ആ കാണുന്നതാണ് ഫ്രണ്ട് സൈഡ്. ഫ്രണ്ടിൽ നമുക്ക് മുകളിൽ കയറാൻ പറ്റും കേട്ടോ. ഏറ്റവും ബാക്കിൽ ആ ഒരു നമ്മൾ കയറിയപ്പം ഏറ്റവും മുകളിൽ വന്നില്ലേ, അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും ടോപ്പിൽ ആ ഹെലിപ്പാഡ് വന്നിട്ട് കാണുന്ന വ്യൂ ആണിത്. ഇതാണ് ഹെലിപ്പാഡ് നൈറ്റിൽ. ഇപ്പോൾ ആൾക്കാരൊക്കെ കഴിച്ചിട്ട്, ഫുഡൊക്കെ കഴിച്ച് ഇവിടെ വന്നിട്ട് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് അതിനുശേഷം പോയി കിടന്നുറങ്ങും. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും എങ്ങാൻ ഫോണിൽ പോയാലോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ നല്ല കെയർഫുള്ളായിരിക്കണം ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ എടുക്കുമ്പം. ചിലർക്ക് അങ്ങനെ പോകാറുണ്ട്. വൺസ് ഒരിക്കൽ കുറച്ച് ടൂറിസ്റ്റുകൾക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ക്യാമറ ആയിരുന്നു പോയിരുന്നത്. ട്രിപ്പ് കഴിഞ്ഞ് റിട്ടേൺ കൊച്ചി പോകുമ്പോഴായിരുന്നു. സോ ടു ബി കെയർഫുൾ. പിന്നെ ലൈഫ് റാഫ്റ്റ്സ് ആണിത്. നമ്മൾക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പം ഇതൊക്കെ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇൻഫ്ലേറ്റബിൾ റാഫ്റ്റ്സ് ആയിരിക്കും. പിന്നെ ഈ ഓറഞ്ച് കളറിൽ കാണുന്നതാണ് നമ്മുടെ ലൈഫ് ബോട്ട്സ്. ഇതും നമ്മൾ എമർജൻസി സിറ്റുവേഷൻസിൽ റിലീസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ കപ്പലിൽ എത്ര പാസഞ്ചേഴ്സ് ഉണ്ടോ, എത്ര ക്രൂസ് ഉണ്ടോ, അത്രയും ലൈഫ് ജാക്കറ്റ്സും ഉണ്ടാവും. അവരുടെ ആ ഒരു ലൈഫ് ജാക്കറ്റ്സ് പൊസിഷൻസ് ഒക്കെ അവരുടെ ബെഡിലോ ബർത്തുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ ക്യാബിനിൽ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ക്ലാസ് ക്യാൻറ്റീനിലാണ്. ഇപ്പോൾ ടൈം ഒരു 9 ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു സ്നാക്ക് ബ്രേക്കിന് വേണ്ടിയിട്ട് പോവാണ്. ഷിപ്പിലൊക്കെ ആണെങ്കിൽ ഡിന്നറൊക്കെ നേരത്തെ അല്ല, ഒരു 6:30, 7 ആകുമ്പോഴത്തേക്ക് ഡിന്നർ കഴിയും. അതുകൊണ്ടുള്ള ഒരു സ്നാക്ക് ബ്രേക്കാണിത്. ഇതാണ് ബ്രെഡ് ഓംലെറ്റ് ആൻഡ് ബ്ലാക്ക് ടീ. പിന്നെ സാൻഡ്വിച്ചും അവൈലബിൾ ആണ്. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് കപ്പലിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. ഫ്രണ്ട് സൈഡിൽ നിന്ന് ബാക്കിലേക്കുള്ള വ്യൂ ആണിത്. ഗുഡ് മോർണിംഗ്. ഇങ്ങനെയാണ് ഷിപ്പിൽ സൺറൈസ് കാണുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. രാവിലെ എണീച്ച് എന്തായാലും പുറത്ത് വരണം ഇത് കാണണമെങ്കിൽ. ഞങ്ങൾ ഓൾമോസ്റ്റ് കൊച്ചി എത്താറായി. ഞങ്ങൾ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്
കയറിയിരിക്കുന്നു. ഇതാണ് ആദ്യം കാണാൻ പറ്റുന്ന ആ ഒരു 2 ടാങ്ക്. ഇത് പെട്രോനെറ്റ് LNG പ്രൈവറ്റ് ലിമിറ്റഡ്, പുതുവൈപ്പിന് അടുത്താണ്. പിന്നെ ഇത് ഈ കാണുന്നതാണ് LNG ഇമ്പോർട്ട് ടെർമിനൽ. LNG മീൻസ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. പിന്നെ ഇതാണ് LPG ഇമ്പോർട്ട് ടെർമിനൽ. പിന്നെ ഇടയിൽ ഇങ്ങനെയും ബോട്ട്സൊക്കെ പോകുന്നത് കാണാം. ഇതാണ് ഞാൻ അപ്പം പറഞ്ഞ ബോയ. അതൊക്കെ യൂസ് ചെയ്യുന്നത് ഈ മാർക്ക് ചെയ്യാനൊക്കെയാണ്. നമ്മൾ ഷിപ്സൊക്കെ കയറുമ്പം അത് വഴി അറിയാനായിട്ടാണ്. നൈറ്റൊക്കെ അത് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ എത്തുമ്പോൾ നമുക്ക് കുറേ ചൈനീസ് ഫിഷ് നെറ്റ്സ് ഒക്കെ കാണാം. ഇതൊക്കെയും ഓരോ ആൾക്കാരുടെ ചീഞ്ഞ വലയാണ്. ഇതിൻ്റെ അടുത്താണ് ഫോർട്ട് വൈപ്പിൻ ബീച്ച് പാർക്കും ഉള്ളത്. പിന്നെ ഇതാണ് ആ കോർണറിലാണ് ജങ്കാർ ജെട്ടി ഉള്ളത്. വൈപ്പിൻ ഫോർട്ട് കൊച്ചി ജങ്കാറാണ്. അവിടെ നിന്നിപ്പോൾ അടുത്തിപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇങ്ങനെ ഷിപ്പിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ആ വരുന്നത് ലെഫ്റ്റ് സൈഡിലുള്ളത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് വരുന്നതും, ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വൈപ്പിൻ ടു ഫോർട്ട് കൊച്ചി പോകുന്ന ആ ജങ്കാറാണ്. ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല. പിന്നെ റോഡ് ഡിസ്റ്റൻസ് നമുക്ക് കുറച്ച് കിട്ടും. അപ്പോൾ ടൈമും നമുക്ക് ലാഭിക്കാം. അപ്പോൾ ഇതിലാണെങ്കിൽ കാറോ ബൈക്കോ നമ്മൾ അതിൽ കയറ്റി നിന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ പോർട്ടിലേക്ക് എത്തി. അപ്പോൾ ഇറങ്ങാനായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് വന്നാണ്. ഇതാണ് ഈ ഷിപ്പിലെ സ്വിമ്മിംഗ് പൂളുള്ള പ്ലേസ്. ഏറ്റവും ഫ്രണ്ട് സൈഡിൽ ഏറ്റവും അപ്പറിലല്ല, അതിൻ്റെ താഴെയുള്ളതാണ് ഈ പ്ലേസ് വരുന്നത്. പൂളിലൊന്നും വെള്ളമൊന്നും നിറച്ചിട്ടില്ല. ഇതുവരെ ഞാൻ നിറച്ച് കണ്ടിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഇതിന് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ ചെയേഴ്സും ഉണ്ട്. അതിൽ നമുക്ക് ഇരുന്ന് റിലാക്സൊക്കെ ചെയ്യാം. കുറേ ഗ്രൂപ്പ്സൊക്കെ ആയിട്ട് പോകുമ്പോഴൊക്കെ ഇവിടെ ഇരുന്ന് ഓരോന്ന് കളിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ അടിപൊളിയാണ്. ഇങ്ങനെയാണ് ഇവിടെ ഈ വ്യൂ കാണുന്നത്. അതർ സൈഡാണ് ഈ കാണുന്നത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനിയും വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. Please do support. Bye bye. Take care.